Hey, good morning. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെയായിരുന്നു പഠിച്ചത്? വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോണ്ടറി കളക്റ്റഡ് അല്ലെ പറഞ്ഞിട്ട് അല്ലേ? പേജ് ഷെയർ ചെയ്തേ അല്ലെ? ഇതല്ലേ പറഞ്ഞത് വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോണ്ടറി കളക്റ്റഡ്. ഏതൊക്കെയാ? യൂസ്ഡ് ലിനൻ പറഞ്ഞു, സോയിൽഡ് ലിനൻ പറഞ്ഞു, നെക്സ്റ്റ് ഇൻഫെക്റ്റഡ് ലിനൻ, തിയേറ്റർ ലിനൻ. യൂസ്ഡ് ലിനൻ എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് ഒരു പ്രാവശ്യം ഉപയോഗിച്ചതാണ്, എന്നാൽ പ്രത്യക്ഷത്തില് അത് മലിനമല്ല അല്ലെ? അടുത്ത സോയിൽഡ് ലിനൻ എന്ന് പറഞ്ഞാൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മലിനമായിട്ടുള്ള തുണിത്തരങ്ങളൊക്കെയാണ്, ബ്ലഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോഡി ഫ്ലൂയിഡ്സോ ഒക്കെ ഉണ്ടായിട്ട് നമ്മൾ നേരെ ഡയറക്റ്റ് നോക്കുമ്പോൾ തന്നെ നമുക്ക് അത് കാണാൻ പറ്റും. അതാണ് സോയിൽഡ് ലിനൻ. ഇൻഫെക്റ്റഡ് ലിനൻ എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ ഉള്ള ആളുകളിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ലിനനാണ്. ദെൻ തിയേറ്റർ ലിനൻ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ തിയേറ്ററിൽ സർജിക്കൽ പ്രൊസീജിയർ അവിടെ നിന്നൊക്കെ കളക്ട് ചെയ്തിട്ടുള്ള തുണി ഐറ്റംസ് ഒക്കെയാണ് ഇൻഫെക്റ്റഡ് ലിനനിൽ വരുന്നത് കേട്ടോ. ഓക്കെ, അല്ല സോറി, തിയേറ്റർ ലിനൻ. തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്തേക്കുന്ന ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് അല്ലെങ്കിൽ സർജിക്കൽ പ്രൊസീജിയർ ഒക്കെ കളക്ട് ചെയ്തിട്ടുള്ള ലിനനാണ് തിയേറ്റർ ലിനൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് അപ്പൊ നമ്മൾ എങ്ങനെയാണ് നമ്മള് ഗ്ലൗസ് ഇതിന്റെ കാര്യം പറഞ്ഞു അല്ലെ? ഷുഡ് ബി സേഫ് ഫ്രം പൊട്ടൻഷ്യലി ഇൻഫെക്ഷ്യസ് മെറ്റീരിയൽ ആസ് വെൽ ആസ് ഫോർ ഗുഡ് ഹൈജീനിക് പ്രാക്ടീസസ്. യു ഷുഡ് ഓൾവേസ് യൂസ് ദ ഗ്ലൗസ് വെൻ ഹാൻഡ്ലിംഗ് സ്റ്റെയിൻഡ് ഓർ കണ്ടാമിനേറ്റഡ് ലോണ്ടറി. നമ്മൾ ഡയറക്റ്റ് കൈ കൊണ്ട് എടുക്കാൻ പാടില്ല. എങ്ങനെ വേണം? നമ്മൾ ഗ്ലൗസ് ഒക്കെ ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ അങ്ങനെയുള്ള ആ തുണിത്തരങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ അത് ഇൻഫെക്ഷൻ ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ അതിന്റെ മൈക്രോബ്സ് ഉണ്ട്, നമുക്കത് ഡേഞ്ചർ ആണ്. അതുകൊണ്ട് ഡയറക്റ്റ് എടുക്കാൻ പാടില്ല, ഗ്ലൗസ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇനി പിന്നെ പറഞ്ഞേക്കുന്നത് നമ്മളെന്താ, നമ്മളിപ്പോ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സോയിൽഡ് ആയിട്ടുള്ള ലിനൻ ആ ഗ്ലൗസ് ഉപയോഗിച്ച് എടുത്തതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ എന്താണ് ആ ക്ലീൻ ലോണ്ടറി കൈകാര്യം ചെയ്യുമ്പോൾ ആ ഗ്ലൗസ് എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യണം. ആ ഗ്ലൗസോട് കൂടി നമ്മൾ ആ ക്ലീൻ ലോണ്ടറി കൈകാര്യം ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് പറഞ്ഞത് ഇഫ് എ പേഴ്സൺ ഹാസ് കണ്ടാജിനിയസ് ഡിസീസ് ഓർ ഇൻ കോണ്ടാക്ട് പ്രിക്കോഷൻ ക്ലോത്ത് ഷുഡ് ബി വാഷ്ഡ് സെപ്പറേറ്റ്ലി. അല്ലെ? എന്തെങ്കിലും കണ്ടാജിനിയസ് ഡിസീസ് അല്ലെങ്കിൽ കോണ്ടാക്ട് പ്രിക്കോഷൻസ്, നമ്മൾ എന്തെങ്കിലും ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ അങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ജിനിക്ക് പേജ് നമ്പർ ഒന്ന് ഇട്ട് കൊടുത്തേ. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആ ലിനൻ മറ്റുള്ള തുണികളുടെ കൂട്ടത്തിലിട്ട് വാഷ് ചെയ്യാൻ പാടില്ല. എന്ത് ചെയ്യണം? അത് സെപ്പറേറ്റ് ചെയ്യണം അല്ലെ? ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻ അത് സെപ്പറേറ്റ് ചെയ്യുക. സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അത് വാഷ് ചെയ്യാൻ പാടുള്ളൂ. അതിനുശേഷം എന്തും കൂടി ചെയ്യണം? നമ്മള് വാഷിംഗ് മെഷീൻ, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻ വാഷ് ചെയ്തതിന് ശേഷം വാഷിംഗ് മെഷീന് എന്ത് ചെയ്യണം? ഡിസ്ഇൻഫെക്റ്റന്റ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതല്ലേ? ജോയിൻ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നേ ഉള്ളൂ കേട്ടോ എല്ലാവരും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് എന്താണ് പഠിപ്പിച്ചത് അതൊന്ന് പറഞ്ഞത്. ഓക്കെ ഓക്കെ, ഓൾമോസ്റ്റ് ഒരുവിധം പേരൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് സെപ്പറേറ്റ് കളക്ഷൻ ഓഫ് ഇൻഫെക്റ്റഡ് ലിനൻ. All linen after use should be collected in each department or ward and segregated. Segregate ചെയ്യുക വെച്ച് എന്താ? അതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക into potentially infective and not potentially infected. എന്താ? നമ്മൾ വാർഡിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ കളക്ട് ചെയ്തിട്ടുള്ള, അതായത് യൂസ്ഡ് ലിനൻ, ഉപയോഗിച്ചിട്ടുള്ള ലിനൻ, സോയിൽഡ് ആയിട്ടുള്ള ലിനൻ എന്ത് ചെയ്യണം? അത് നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്യണം, അതിനെ വേർതിരിക്കണം. എങ്ങനെയാ? ഇൻഫെക്റ്റീവ് ആൻഡ് നോൺ പൊട്ടൻഷ്യലി ഇൻഫെക്റ്റഡ് അല്ലെ? ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ലിനനെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ സെപ്പറേറ്റ് ചെയ്യണം. പറഞ്ഞു, ഇൻഫെക്റ്റീവ് ആൻഡ് നോൺ പൊട്ടൻഷ്യലി ഇൻഫെക്റ്റഡ്, അതായത് അണുബാധ ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ളതും അല്ലാത്തതുമായിട്ടുള്ള തുണിത്തരങ്ങളെ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ചെയ്യണം. Place stained linen into a clearly labeled
labeled at leak-proof container, bag or bucket. അപ്പൊ അങ്ങനെ chained ആയിട്ടുള്ള അല്ലെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള chained ആയിട്ടുള്ള ലിനൻ നമ്മൾ എന്ത് ചെയ്യണം? ക്ലിയർലി ലേബിൾഡ് ആയിട്ടുള്ള നല്ലവണ്ണം വ്യക്തമായിട്ട് ലേബിൾ ചെയ്തിട്ടുള്ള ബാഗിലോ ബക്കറ്റിലോ അത് അങ്ങനെ എന്താ നമ്മൾ ലീക്ക് പ്രൂഫ് കണ്ടെയ്നറിൽ ലീക്ക് ആയിട്ടുള്ളതിലൊന്നും വെക്കാൻ പാടില്ല. നമുക്ക് എന്താണ് വ്യക്തമായി എഴുതിയ ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള കണ്ടെയ്നർ ബാഗ് ആകാം ബക്കറ്റ് ആകാം അതില് എന്ത് ചെയ്യണം? അത് കീപ്പ് ചെയ്യണം. ഓക്കെ, അവിടെ അത് വെക്കണം, പ്ലേസ് ചെയ്യണം. ചേഞ്ച് ലിനൻ വ്യക്തമായി എഴുതിയിട്ടുള്ള ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ തന്നെ എന്ത് ചെയ്യണം? പ്ലേസ് ചെയ്യണം. ഇൻ ദ പേഷ്യന്റ് കെയർ ഏരിയ. അപ്പൊ അതായത് ആ ഏരിയ തന്നെ പരിചരണ ആ ഏരിയ തന്നെ നമ്മൾ ഓരോ ബക്കറ്റുകളൊക്കെ വെച്ചിട്ടുണ്ടാവല്ലോ, അത് വ്യക്തമായിട്ട് എഴുതണം. എന്നിട്ട് അവിടെ തന്നെ അതെന്ത് ചെയ്യുക? പ്ലേസ് ചെയ്യണം. Then staff who collect, handle, dispose and or transport soiled linen are at high risk. അല്ലെ? അപ്പൊ ഇതിനകത്ത് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള് അവർ ഈ ഇൻഫെക്ഷൻ ആയിട്ടുള്ള സാധനങ്ങളും ഒക്കെ ആയിട്ട് എപ്പോഴും കൈകാര്യം ചെയ്യുന്നവരല്ലേ. അപ്പൊ അവര് ഒത്തിരി ഈ രോഗബാധിത വരാനുള്ള സാധ്യത അവർക്കുണ്ട് അല്ലെ. അപ്പൊ ഹൈ റിസ്ക്, അങ്ങനെ ആ ഇൻഫെക്ഷൻ ഒക്കെ വരാൻ എന്നുള്ള ഒരു സാധ്യതയുണ്ട് അല്ലേ. അപ്പൊ എന്താ പറഞ്ഞേക്കണേ? അപ്പൊ അവര് അതുകൊണ്ട് തന്നെ അവർ അത്രയും ശ്രദ്ധിച്ചു വേണം ചെയ്യാനായിട്ട്. അത് ശേഖരിക്കുമ്പോഴും അത് കൈകാര്യം ചെയ്യുമ്പോഴും ഡിസ്പോസ് ചെയ്യുമ്പോഴും ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴും ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് കൊണ്ടുപോകുമ്പോഴും ഒക്കെ അവര് ഭയങ്കര റിസ്ക് ആണ് അല്ലേ. അവർക്ക് ഇൻഫെക്ഷൻ വരാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചു വേണം അവരത് ഹാൻഡിൽ ചെയ്യാനായിട്ട്. കളക്ട് ചെയ്യുകയോ കൈകാര്യം ചെയ്യുമ്പോൾ ഡിസ്പോസ് ചെയ്യുമ്പോഴോ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴോ ഒക്കെ അവര് ശ്രദ്ധിക്കണം. നോക്കി, സാനിറ്റൈസിംഗ് വാഷിംഗ് മെഷീൻ. In order to prevent cross contamination, every washer be sanitized at least once a day. ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടെ അത്. In order to prevent cross contamination എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലേ. ട്രാൻസ്ഫർ ഓഫ് ഹാർംഫുൾ മൈക്രോ ഓർഗാനിസം വൺ പേഴ്സൺ ടു അനദർ, അല്ലെങ്കിൽ വൺ ഏരിയ ടു അതർ അല്ലേ. അത് ആ ക്രോസ് കണ്ടാമിനേഷൻ അത് അങ്ങനെ പകരുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് എല്ലാ വാഷറും, അതായത് വാഷിംഗ് മെഷീൻ എന്ത് ചെയ്യണം? സാനിറ്റൈസ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് വൺസ് എ ഡേ. ഉണ്ടോ? അറ്റ്ലീസ്റ്റ് വൺസ് എ ഡേ, ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അത് എന്ത് ചെയ്യണം? സാനിറ്റൈസ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് വൺസ് എ ഡേ. ഇനി അടുത്തത് നോക്കുന്നത് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ്. എന്താ പറഞ്ഞേക്കുന്നത് ഇവിടെ? ഈ നമുക്ക് ഒരു ആഴ്ചയിലുള്ള ഒരു ദിവസം വൺസ് എ ഡേ എന്ന് പറഞ്ഞേക്കാം. ദിവസത്തില് ഒരു പ്രാവശ്യം ഈ ക്രോസ് കണ്ടാമിനേഷൻ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാ വാഷറും അതായത് വാഷിംഗ് മെഷീനും സാനിറ്റൈസ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ്. അത് 3 എണ്ണാണ്. അതൊന്ന് ടിക്കിട്ട് വെച്ചോ കേട്ടോ, ചോദിക്കാറുണ്ട്. 3 ടൈപ്പ് ഉണ്ട് ഇത് ലിനൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇപ്പൊ CSSD-ലൊക്കെ നമ്മൾ പഠിച്ചില്ലേ, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം പഠിച്ചില്ലേ? അതുപോലെ ഈ തുണിത്തരങ്ങളൊക്കെ വാഷ് ചെയ്തതൊക്കെ എങ്ങനെയാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഓക്കെ, അത് നമ്മൾ പ്രധാനമായിട്ടും 3 രീതി അവിടെ പറയുന്നത്. സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള തുണിത്തരങ്ങൾ വിതരണം ചെയ്യുന്ന സംവിധാനം. സെൻട്രലൈസ്ഡ് എന്ന് വെച്ചാൽ കേന്ദ്രീകൃതമായ ഒരു സെന്റർ ഉണ്ടായിരിക്കും. അത് സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. രണ്ടാമത്തെ നോക്കിയേ, ഡീസെൻട്രലൈസ്ഡ് ലിനൻ സർവീസ്. രണ്ടാമത്തെ വികേന്ദ്രിതമായിട്ടുള്ള ഒരു വികേന്ദ്രിതമായിട്ടുള്ള ഒരു ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അടുത്ത മിക്സ്ഡ് ലിനൻ സർവീസ്. അപ്പൊ കുറച്ച് സെൻട്രലൈസ്ഡ് ആയിരിക്കും, കുറച്ച് ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കിയേ, സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അപ്പൊ അതെങ്ങനെയാ? ഇഷ്യൂയിങ് ഓഫ് ലിനൻ and linen circulation is usually controlled by the central room. അണ്ടർലൈൻ ചെയ്തോട്ടോ. ഒരു സെൻട്രൽ റൂം ഉണ്ട്, അവിടെ നിന്നാണ് എല്ലാ സ്ഥലങ്ങളിലേക്കും ഉള്ളതൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതിന്റെ കൺട്രോള് ഒരു സെൻട്രൽ റൂം ആയിരിക്കും. ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സെൻട്രൽ റൂം ഉണ്ടായിരിക്കും, അവിടെ നിന്നാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്.
This facility a better control over the staff. അതെന്താണ് പല സ്ഥലങ്ങളിലേക്ക് കൊടുക്കാതെ എല്ലാം ഒറ്റ ഒരു സെൻട്രൽ റൂമിൽ കൺട്രോളിലായിരിക്കും. അപ്പൊ ആ സ്റ്റാഫുകൾക്ക് നമുക്ക് എന്താ പറയാ ബെറ്റർ ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റൂലേ. This facilitate അതെന്തിനുള്ള സൗകര്യം എടുക്കുന്നു a better control over the staff. സ്റ്റാഫുകൾക്ക് ഒരു നല്ലൊരു കൺട്രോളിന് വേണ്ടിയിട്ട് അല്ലെ, അവർക്ക് നല്ല കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒറ്റ ആ ഒരു സെക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഇതിനെ മാത്രം നോക്കിയാൽ മതിയല്ലോ. പല സ്ഥലങ്ങളിലാവുമ്പോ എല്ലാ സ്ഥലങ്ങളിലേക്കും ശ്രദ്ധ കൊടുക്കണം അല്ലെ. ഇതെന്ന് പറഞ്ഞാൽ സ്റ്റാഫുകൾക്ക് അവർക്ക് ബെറ്റർ ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. എങ്ങനെയാ ഇവിടെ സർക്കുലേഷൻ എങ്ങനെയാ കൺട്രോൾ ചെയ്യുന്നത്? ഈസ് യൂഷ്വലി കൺട്രോൾഡ് ബൈ ദ സെൻട്രൽ റൂം. ക്ലിയർ ആയോ? അത് ഒരു സെൻട്രൽ റൂമാണ് കൺട്രോൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ സർക്കുലേഷൻ കൺട്രോൾ ചെയ്യുന്നത് ഒരു സെൻട്രൽ റൂം. അപ്പൊ അവിടെയായിരിക്കും എല്ലാവരും, അവിടെ നിന്നായിരിക്കും പല സ്ഥലങ്ങളിലേക്കൊക്കെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തത് നോക്കിയാൽ ഡീസെൻട്രലൈസ്ഡ് ലിനൻ സർവീസ്. ഡീസെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഡിഫറെന്റ് യൂണിറ്റ് സച്ച് ആസ് വാർഡ്, ഓപ്പറേഷൻ തിയേറ്റർ എക്സെട്ര. അപ്പൊ അങ്ങനെ പല പല യൂണിറ്റുകൾ ഉണ്ടായിരിക്കും. വാർഡ് അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ, അങ്ങനെ പല യൂണിറ്റുകളിലേക്ക് അത് വിതരണം ചെയ്യാണ്. ആർ അലോട്ടഡ് വിത്ത് ദ നീഡഡ് പാർട്സ് ഓഫ് ലിനൻ ആർട്ടിക്കിൾസ്. എന്താ? വാർഡ് അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ പോലുള്ള വ്യത്യസ്ത യൂണിറ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള ലിനൻ ആ ലിനൻ മെറ്റീരിയൽസ്, ആ തുണിത്തരങ്ങളുടെ ഒക്കെ ക്വാട്ടകൾ അനുവദിച്ചിരിക്കുന്നു. അതായത് പല യൂണിറ്റിലാണ് പല യൂണിറ്റിലാണ് അവിടെ നിന്നൊക്കെ ആയിരിക്കും മറ്റുള്ളതിലേക്കൊക്കെ കൊടുക്കുന്നത്. ഒരു പല യൂണിറ്റിൽ അത് സ്പ്ലിറ്റ് ചെയ്തേക്കാം. The different units such as ward, operation theater are allotted. അവർക്കാണ് അലോട്ട് ചെയ്തേക്കുന്നത് with the needed quotes of the linen articles. കണ്ടോ, ആവശ്യമായിട്ടുള്ള ലിനൻ വസ്തുക്കളുടെ ക്വാട്ടകൾ വ്യത്യസ്ത യൂണിറ്റുകളിൽ അനുവദിച്ചിരിക്കുന്നു. ഇനി മൂന്നാമത്തെ എന്താ? മിക്സ്ഡ് ലിനൻ സർവീസ്. ലിനൻ സപ്ലൈ ടു certain special areas are done on the basis of decentralization, but the rest of the area followed centralized linen supplies. കണ്ടോ, ഇപ്പൊ മിക്സ്ഡ് ആണ്, രണ്ടും കൂടി ചേർന്നതാണ് അല്ലെ. ലിനൻ സപ്ലൈ ടു certain special areas are done on the basis of decentralization. കുറച്ച് ഏരിയകളാണ് ലിനൻ സപ്ലൈ പ്രത്യേക ഒരു ചെറിയ സ്പെഷ്യൽ ഏരിയയിലേക്കുള്ളത് ചിലപ്പോ ഏതിന്റെ ബേസിൽ ഡീസെൻട്രലൈസേഷൻ ആയിരിക്കും. ബാക്കി റെസ്റ്റ് ഓഫ് ദ ഏരിയ, ബാക്കി ഏരിയകളിലേക്ക് ഫോളോ ചെയ്യുന്നത് സെൻട്രലൈസ്ഡ് ലിനൻ സപ്ലൈ ആയിരിക്കും. ഉണ്ടോ, പ്രത്യേക ഏരിയകളിൽ ചിലപ്പോൾ ഡീസെൻട്രലൈസ്ഡ് ബേസ് ചെയ്തിട്ടായിരിക്കും സപ്ലൈ ചെയ്യുന്നത്. ബാക്കിയുള്ള ഏരിയകളിൽ അവിടെ ഫോളോ ചെയ്യുന്നത് സെൻട്രലൈസ്ഡ് ലിനൻ സപ്ലൈസ് ആണ്. അപ്പൊ രണ്ടിന്റെയും കൂടി ഒരു മിക്സ്ഡ് ആണ്. അവിടെ കുറച്ച് ഏരിയ സെൻട്രലൈസ്ഡ് സിസ്റ്റം, കുറച്ച് ഏരിയ ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം ആയിരിക്കും. The linen used in our hospital service make a huge effect on the quality of care provided. Okay, the linen used in our hospital service make a huge effect. അല്ലേ, ഒരു ക്വാളിറ്റി ഓഫ് കെയർ ആ ഹോസ്പിറ്റലിലെ അവര് കൊടുക്കുന്ന പരിചരണത്തിന്റെ ആ ഗുണനിലവാരം, അതില് എന്താ പറയാ ഉപയോഗിക്കുന്ന ലിനൻ, ആ തുണിത്തരങ്ങൾക്ക് ഒരു വലിയൊരു എഫക്ട് ചെയ്യാൻ പറ്റുന്നില്ലേ അല്ലേ? നമ്മളെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് അല്ലേ? ഇതിനൊരു എഫക്റ്റ്, ഒരു ഹ്യൂജ് എഫക്റ്റ് ഇല്ലേ? തുണികളൊക്കെ മോശമാണെങ്കിൽ നമുക്ക് നല്ല ക്വാളിറ്റി ആണെന്ന് പറയാൻ പറ്റുമോ? ക്വാളിറ്റി ഓഫ് കെയർ ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. രോഗി പരിചരണത്തിന് നല്ല ഗുണമേന്മയുള്ള ഒരു സർവീസ് ആണ് ചെയ്യണമെന്ന് നമുക്ക് എന്താ പറയാ, അതിന്റെ ഒരു ഭാഗം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു വലിയൊരു എഫക്റ്റ് ഉണ്ട് ഏതിന്? ഈ പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്തിട്ടുള്ള ലിനൻ മെറ്റീരിയൽസിന് അല്ലേ. അതാണ് അവിടെ പറഞ്ഞേക്കുന്നത്. The linen used in our hospital services make a huge effect. അപ്പൊ ഇത് ഒരു വലിയൊരു സ്വാധീനം ചെലുത്തുന്നുണ്ട്. എന്തിന്? ആ ഹോസ്പിറ്റലിലെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് കെയർ അത് പ്രൊവൈഡ് ചെയ്യുന്നതിന് ലിനൻ, അത് നീറ്റ് ആയിട്ടുള്ള ലിനൻ, ആ ഒരു ലോണ്ടറി ആയിട്ട് ലിനൻ സർവീസ് ഒരു നല്ലൊരു എഫക്റ്റ് അവിടെ കൊടുക്കുന്നുണ്ട്. Every hospital needs to have a set of linen for each bed. Underline ചെയ്തോട്ടോ അത്. Every hospital need to have, എത്ര സെറ്റ് വേണമെന്നാ പറഞ്ഞേക്കണേ? ഓരോ ഹോസ്പിറ്റലിലും 6 സെറ്റ് ലിനൻ വേണം.
ഫോർ ഈച്ച് ബെഡ്. ഓരോ ബെഡിലേക്കും 6 സെറ്റ് വേണമെന്ന് ഉണ്ടോ? അത് ചോദിക്കാറുണ്ട് കേട്ടോ. 6 സെറ്റ് ഓഫ് ലിനൻ ഫോർ ഈച്ച് ബെഡ്. ഓരോ ബെഡിലേക്കും 6 സെറ്റ് ലിനൻ വേണം. ഈച്ച് ഹോസ്പിറ്റൽ നീഡ് ടു ഹാവ് 6 സെറ്റ് ഓഫ് ലിനൻ ഫോർ ഈച്ച് ബെഡ്. 6 സെറ്റ് വേണം. അത് ഏതൊക്കെയാന്ന് വെച്ചിട്ട് നോക്കിയേ. 6 സെറ്റ് ഓഫ് ലിനൻ റൊട്ടേഷൻ ഫോർ 1 ഇൻപേഷ്യന്റ് ബെഡ് അറ്റ് എ ടൈം. അതായത് ഒരു ഇൻപേഷ്യന്റ് ബെഡിന് 6 സെറ്റ് ലിനൻ വേണം. അതിനെങ്ങനെയാന്ന് നോക്കിയേ. 1 സെറ്റ് ഈക്വൽ 1 ഷീറ്റ് പ്ലസ് 1 പില്ലോ കവർ. അതാണ് ഒരു സെറ്റ് എന്ന് പറയുന്നത്. ഒരു ഷീറ്റും ഒരു ബെഡ്ഷീറ്റും ഒരു പില്ലോ കവറും കൂടി ചേരുമ്പോഴാണ് 1 സെറ്റ് എന്ന് പറയുന്നത്. അതും അണ്ടർലൈൻ ചെയ്തോട്ടോ. ഒരു ഇൻപേഷ്യന്റ് ബെഡിന് ഒരു സമയത്ത് 6 സെറ്റ് ലിനൻ വേണം. ക്ലിയർ ആയോ? ഒരു ബെഡിന് 2 ബെഡിനാവുമ്പോ എത്ര സെറ്റ് വേണം? എത്ര വേണം? ഒരു ബെഡിന് അവര് പറഞ്ഞത് അറ്റ് എ ടൈമിൽ 6 സെറ്റ് വേണം. അപ്പൊ 2 സെറ്റിന് എത്ര വേണം? 2 ബെഡിന് 12 ഇൻറ്റു 2 ചെയ്താൽ മതി അല്ലെ? 3 സെറ്റ് നമുക്ക് 3 ബെഡിനാണെങ്കിൽ 6 ഇൻറ്റു 3 18 അല്ലെ? അങ്ങനെയായിരിക്കും ആ കണക്ക് പോകുന്നത്. അപ്പൊ ഒരു ഇൻപേഷ്യന്റ് ബെഡിന് 6 സെറ്റ് ഓഫ് ലിനൻ ആണ് പറയുന്നത്. 1 സെറ്റ് ഈക്വൽ 1 ഷീറ്റ് പ്ലസ് 1 പില്ലോ കവർ. അതായത് ഒരു സെറ്റ് എന്ന് പറഞ്ഞ എന്താ? ഒരു ഷീറ്റും ഒരു പില്ലോ കവർ. കിട്ടിയോ? 1 ഷീറ്റ് പ്ലസ് 1 പില്ലോ കവർ. ഇനി അതിന്റെ റൊട്ടേഷൻ അവിടെ കൊടുത്തേക്കണം നോക്കി. 2 സെറ്റ് ഫോർ വാഷ്. 2 സെറ്റ് എന്തിനു വേണം? വാഷ് ചെയ്യാനായിട്ട്. കണ്ടോ? 2 സെറ്റ്സ് ഫോർ വാഷ്. 6 സെറ്റ് പറഞ്ഞില്ലേ? അതില് 2 സെറ്റ് ഫോർ വാഷ്. വാഷിന് വേണ്ടിയിട്ട്. അതായത് നോക്കിയേ. 1 ബെഡ്ഷീറ്റ് on the way to the laundry, while 1 on sheet already in the laundry washing cycle. അപ്പൊ വാഷിന് 2 സെറ്റ് എന്ന് പറഞ്ഞാ ഒരു സെറ്റ് അത് ആ വാഷിന് കൊണ്ടുപോകുന്നത് കണ്ടോ? ഓൺ ദ വേ ടു ലോണ്ടറിയിലേക്കുള്ള ലോണ്ടറി സർവീസിലേക്കുള്ള വെയില്, അത് വഴിയിലാക്കി ഒരെണ്ണം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഒരെണ്ണം ഓൾറെഡി വാഷിംഗ് സൈക്കിളിലും വേണം. ക്ലിയർ ആയോ? 2 സെറ്റ് ഫോർ വാഷ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം അവര് ബെഡ്ഷീറ്റ് കഴുകാൻ കൊണ്ടുപോകുന്ന വഴി, അതായത് കൊണ്ടുപോകുമ്പോഴും അവിടെ ഒരെണ്ണം എന്താണ് വാഷിംഗിലും വാഷിംഗ് സൈക്കിളിലും ആയിരിക്കും. ക്ലിയർ ആയില്ലേ? രണ്ടാമത് നോക്കിയേ. 2 സെറ്റ് ഇൻ യൂസ്. 2 സെറ്റ് ഉപയോഗിക്കാനായിട്ട് നോക്കിയേ. 1 ബെഡ്ഷീറ്റ് ഷുഡ് ഓൾറെഡി ഓൺ ദ ബെഡ്. ഒരു ബെഡ്ഷീറ്റ് ബെഡിൽ വേണം. കണ്ടോ? വൈ 1 ഷുഡ് ബി ഓൾറെഡി ടു ബി യൂസ്ഡ്. ഒരെണ്ണം എന്താ? അത് യൂസ് ചെയ്യാൻ ഉപയോഗത്തിന് റെഡി ആയിരിക്കണം. 2 സെറ്റ് ആയില്ലേ? ഒരെണ്ണം ബെഡിൽ വിരിക്കണം, ഒരെണ്ണം അവിടെ എന്താ പറയാ അവർക്കുടെ അലമാരി തന്നെ, അല്ലെങ്കിൽ അവിടെ തന്നെ അവർക്കുടെ ഇത് പരിസരത്ത് തന്നെ, അല്ലെങ്കിൽ നമ്മൾ അതെന്താ റെഡി ടു ബി യൂസ്ഡ്, ഉപയോഗിക്കാൻ തയ്യാറായിട്ട് ഒരെണ്ണം ഇരിക്കണം. മനസ്സിലാവണല്ലേ? ഇനി അടുത്ത് നോക്കിയേ. ലാസ്റ്റത്തെ 2 സെറ്റ് ഏതാ? 2 സെറ്റ് ഇൻ സ്റ്റോക്ക്. 2 സെറ്റ് സ്റ്റോക്കും. ക്ലിയർ ആയോ? 6 സെറ്റ് എങ്ങനെയാ വന്നേന്ന്? 2 സെറ്റ് വാഷിലേക്ക്, അതായത് ഒരെണ്ണം വാഷിങ്ങിന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന വഴി, അതായത് ഒരെണ്ണം വാഷിങ്ങിന് കൊണ്ടുപോകുമ്പോഴും ഒരെണ്ണം ഓൾറെഡി ലോണ്ടറിയിലെ വാഷിംഗ് സൈക്കിളിലും ഉണ്ടാവും, വാഷ് ചെയ്തുകൊണ്ടിരിക്കണ്ടാവും. 2 സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ബെഡിലും ഇരിക്കണം, ഒരെണ്ണം അവർക്ക് ഉപയോഗിക്കാൻ തയ്യാറായിട്ട് റെഡി ആയിട്ട് ഇരിക്കണം. ഇനി അടുത്ത 2 സെറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് വേണം. 2 സെറ്റ് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ 6 സെറ്റ് ഓഫ് ലിനൻ ആണ് വേണ്ടത് ഒരു ഇൻപേഷ്യന്റിന്, ഒരു ബെഡിന്. ഓക്കെ, അതൊന്ന് നോക്കി വെച്ചോട്ടോ. ഇനി അടുത്ത ചലഞ്ചസ് ആണ്. ദ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഫേസസ് സം മേജർ ചലഞ്ചസ്. ദേ ആർ. ഏതൊക്കെയാണ് നോക്കിയേ? ദ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് നോക്കിയേ. ലോസ് ഓഫ് ലിനൻ ഫോർ തെഫ്റ്റ്. ലോസ് ഓഫ് ലിനൻ ഫോർ തെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മോഷണം, ചെറിയ മോഷണം അല്ലെ? തെഫ്റ്റ്, അതായത് എന്ത് പറഞ്ഞേക്കുന്നത്? മോഷണങ്ങള്. പിൽഫ്രേജ് അല്ല, തെഫ്റ്റ് എന്ന് പറഞ്ഞേക്കുന്നത് കേട്ടോ. മോഷണം എന്നാ ഉദ്ദേശിക്കുന്നത്. അതായത് എങ്ങനെ പോകാം? നഷ്ടപ്പെട്ടു പോകാം, മോഷണം പോകാം. അതൊരു ചലഞ്ചാണ്. ഇപ്പൊ കുറേ ബെഡ്ഷീറ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതിന് ചിലപ്പോ 2 എണ്ണം അല്ലെങ്കിൽ അടിച്ചുകൊണ്ട് പോയാലൊന്നും അല്ലേ, അങ്ങനെ ചിലപ്പോ മോഷണം പോകാം. അതൊരു ചലഞ്ചാണ്. അടുത്തതൊക്കെ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ. പിന്നെ എന്താ? അവര് ഫേസ് ചെയ്യുന്ന മറ്റൊരു ചലഞ്ചാണ് ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ. നമ്മൾ പറഞ്ഞില്ലേ, ഹോസ്പിറ്റലിൽ നിന്ന് കയറിയുന്ന ഇൻഫെക്ഷൻസ് ഒക്കെ വരാം, ഇൻഫെക്ഷൻ ഒക്കെ വരാനുള്ള ഇതുണ്ട്.
ആ ബെഡ്ഷീറ്റ് ഒക്കെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴേ ഇൻഫെക്ഷൻ അതൊരു ചലഞ്ചാണ്. അടുത്ത് നോക്കിയേ, ലാക്ക് ഓഫ് വെൽ ഡിഫൈൻഡ് ലോണ്ടറി ഹൈജീനിക് പ്രോസസ്. അതായത് നമുക്ക് ഒരു കറക്റ്റ് ആയിട്ടുള്ള ആ ലോണ്ടറി ഹൈജീനിക് പ്രോസസ്സിന്റെ അതിന്റെ ഒരു ലാക്ക്, അഭാവം. വെൽ ഡിഫൈൻഡ് ലോണ്ടറി ഹൈജീനിക് പ്രോസസ്, ഒരു വ്യക്തമായിട്ടുള്ള ഒരു നല്ല ക്ലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഹൈജീനിക് പ്രോസസ്സിന്റെ അഭാവം. പ്രോപ്പർ ആയിട്ടേ ഇത് നമ്മൾ ക്ലീനിങ്ങും ഇതൊക്കെ ചെയ്യാത്തതിന്റെ അഭാവം. അടുത്തത് ഹൈ കോസ്റ്റ്. ഇനി കോസ്റ്റും നല്ല കൂടുതലാവില്ലേ, മെഷീൻസിന് തന്നെ വരുമല്ലേ കുറെ കോസ്റ്റ്. പിന്നെ ആളുകൾക്ക് അവിടുത്തെ സ്റ്റാഫുകൾക്ക് സാലറി അതിന് അങ്ങനെയുള്ളത്, പിന്നെ ഡിറ്റർജന്റ് സംഭവങ്ങളൊക്കെ മേടിക്കരുത്, അങ്ങനെ കോസ്റ്റും കൂടുതലാണ്. ബ്രേക്ക് ഡൗൺ ഓഫ് ലോണ്ടറി മെഷീൻസ്. അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്, ബ്രേക്ക് ഡൗൺ ഓഫ് ലോണ്ടറി മെഷീൻസ്. ലോണ്ടറി മെഷീൻസ് എന്തെങ്കിലും കേടായി പോകാം, മെഷീൻസിന് ബ്രേക്ക് ഡൗൺ വരുമ്പോൾ തകരാറ് സംഭവിക്കുക, ഇതെല്ലാം ചലഞ്ചസ്. അതൊന്ന് നോട്ട് ചെയ്തോട്ടോ. കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് അല്ലേ, എളുപ്പമല്ലേ. മോഷണം പോകാം, ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ വരാം. പിന്നെ അടുത്തത് നമുക്കൊരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഹൈജീനിക് പ്രോസസ്, ലോണ്ടറി ഹൈജീനിക് പ്രോസസ്സിന്റെ അഭാവം. പിന്നെ വലിയ വില, ഹൈ കോസ്റ്റ്. അടുത്ത് നോക്കിയേ, ബ്രേക്ക് ഡൗൺ ഓഫ് ലോണ്ടറി മെഷീൻസ്. ലോണ്ടറി മെഷീൻസ് സിമ്പിൾ പോയിന്റ് ആണ് അല്ലെ. ലോണ്ടറി മെഷീൻസ് തകരാറ് സംഭവിക്കാം, അപ്പോഴും ഹോസ്പിറ്റൽ നഷ്ടം വരൂലേ അല്ലെ. അതൊക്കെ ഒരു എന്താ പറയാ, ഒരു ചലഞ്ചസ് ആണ്. അടുത്ത നോക്കി ഒരു കുഞ്ഞു പാരഗ്രാഫും കൂടി ഉള്ളവിടെ. Hospital laundry services are thus responsible for providing safe, clean, ample എന്ന് വെച്ചാൽ മതിയായ അല്ലെ, ആൻഡ് ടൈംലി ആപ്ലിക്കേഷൻ, കറക്റ്റ് സമയത്തും കൊടുക്കണം അല്ലെ. ടൈംലി ആപ്ലിക്കേഷൻ ഓഫ് ലിനൻ ടു ദ യൂസർ യൂണിറ്റ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. എങ്ങനെ കൊടുക്കണ്ടേ, അറ്റ് ദ റൈറ്റ് ടൈം, ശരിയായ സമയത്ത്, റൈറ്റ് ക്വാളിറ്റി, ശരിയായ ക്വാളിറ്റിയില്, റൈറ്റ് പ്ലേസ്, കറക്റ്റ് ആയിട്ട് ശരിയായ സ്ഥലത്തും വിതരണം ചെയ്യണം. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. Which of the following department is responsible for providing safe, clean, ample and timely application of linen? അങ്ങനെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആർക്കിടെയാണ്, ഹോസ്പിറ്റൽ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ്. ലോണ്ടറി സർവീസ്, ഹോസ്പിറ്റൽ ലോണ്ടറി സർവീസ്. But dash are responsible for, അങ്ങനെയും ചോദിക്കാം കേട്ടോ. എന്താണ് ഒരു ലോണ്ടറി സർവീസിന്റെ ഒരു റെസ്പോൺസിബിൾ എന്ന് പറഞ്ഞ ഉത്തരവാദിത്തം എന്താണ്? ഹോസ്പിറ്റൽ ലോണ്ടറി സർവീസ് ആർ ദസ് റെസ്പോൺസിബിൾ ഫോർ പ്രൊവൈഡിങ് എന്താ, സേഫ്, ക്ലീൻ, ആംബിൾ മതിയായ, ടൈംലി ആപ്ലിക്കേഷൻ ഓഫ് ലിനൻ ടു ദ യൂസർ യൂണിറ്റ് ഓഫ് ദ ഹോസ്പിറ്റൽ. ആ യൂസർ യൂണിറ്റിലേക്ക് എങ്ങനെയാ, അറ്റ് ദ റൈറ്റ് ടൈം, സേഫ്, ക്ലീൻ, ആംബിൾ. അത് മൂന്നും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പ്രൊവൈഡ് ചെയ്യാം സുരക്ഷിതമായിട്ട്, നല്ല വൃത്തിയില്, മതിയായ ആവശ്യത്തിന്, ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ആവശ്യത്തിനുള്ള ലിനനൊക്കെ സപ്ലൈ പ്രൊവൈഡ് ചെയ്യുക. അതെങ്ങനെയായിരിക്കണം പറഞ്ഞേക്കണേ, എങ്ങനെയായിരിക്കണം, റൈറ്റ് ടൈം, ശരിയായ സമയത്ത്, ശരിയായ ക്വാളിറ്റിയില്, ശരിയായ പ്ലേസില്. Every healthcare department has the aim of making sure their patients are comfortable and ultimately that they are safe and healthy. പറഞ്ഞേക്കുന്നേ, എവറി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഹാസ് ദ എയിം ഓഫ്, ഓരോ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെയും എയിം എന്താണ്, ഓഫ് മേക്കിംഗ് ഷുവർ ദെയർ പേഷ്യൻസ് ആർ കംഫർട്ടബിൾ. അവർക്കുടെ പേഷ്യന്റ് എങ്ങനെയായിരിക്കണം, കംഫർട്ടബിൾ, അവർക്ക് ആത്യന്തികമായിട്ട് സുരക്ഷിതവും ആരോഗ്യകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം അല്ലെ, അല്ലെങ്കിൽ അവർക്ക് എന്താ പറഞ്ഞേക്കുന്നേ, സേഫ് ആവണം, അല്ലെങ്കിൽ ഹെൽത്തി ആവണം, അവർക്ക് കംഫർട്ടബിൾ ആയിരിക്കണം. അങ്ങനെ അത് ഉറപ്പാക്കുകയാണ് എല്ലാ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെയും എയിം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? Every healthcare department has the aim of making sure their patients are comfortable and ultimately that they are safe and healthy. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. അത് എല്ലാ ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റിന്റെയും ഒരു ലക്ഷ്യമാണ്.
every healthcare department has the aim of making sure their patients എന്താ അവര് ഷുവർ ചെയ്യണം അല്ലെ, ഉറപ്പുവരുത്തണം അവരുടെ പേഷ്യൻസ് കംഫർട്ടബിൾ ആണ് അല്ലെ, അവർക്ക് നല്ല സുഖപ്രദമാണ്, അൾട്ടിമേറ്റ്ലി അവരെന്താണ് സേഫ് ആണ്, അവര് ഹെൽത്തി ആണ് എന്നുള്ളത് ഉറപ്പാക്കുന്നതാണ് അല്ലെങ്കിൽ ഉറപ്പുവരുത്തുന്നതാണ് എല്ലാ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ എയിം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ചാപ്റ്റർ തീർന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതോടുകൂടി 4th മൊഡ്യൂളിലെ ചാപ്റ്റേഴ്സ് നമ്മുടെ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്താ നിങ്ങൾക്ക് ഉണ്ടല്ലോ, ഇനി ആതിര മിസ്സിന്റെ കുറച്ച് പോർഷൻസ് അവിടെ തീരാനില്ലേ? ആതിര മിസ് എടുക്കുന്ന കുറച്ച് പോർഷൻസ് തീരാനുണ്ട് അല്ലെ, ലാസ്റ്റ് ചാപ്റ്റർ അല്ലേ തുടങ്ങിയേക്കണേ ഉണ്ട്. അപ്പൊ അത് ഇനിയിപ്പോ നെക്സ്റ്റ് ക്ലാസ്സില് അതായത് നമുക്ക് നാളെ ഇല്ലല്ലോ, മൺഡേ ചിലപ്പോ ഇപ്പൊ മിസ്സിന് എന്താ പറയാ ഇനിയുള്ള സമയം കൊണ്ട് വന്ദന മിസ്സിന്റെ ഉണ്ട് അല്ലെ, വന്ദന മിസ്സിന്റെയും കുറച്ച് പോർഷൻസ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വന്ദന മിസ്സിന്റെ ഉണ്ട്. പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ ഇനിയിപ്പോ മൺഡേക്ക് എന്റെ അവർ വരുന്നുണ്ടല്ലോ, അപ്പൊ ആദ്യ മിസ് വെള്ളിയാഴ്ച കൊണ്ട് മിസ്സിന് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ പറയാ മൺഡേക്ക് ചിലപ്പോ അതിന്റെ കുറച്ച് പോർഷൻ ഞാൻ എടുക്കും കേട്ടോ. അപ്പൊ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി നിങ്ങളുടെ ആ ചാപ്റ്റർ അങ്ങ് തീർക്കാം. ആദ്യ മിസ് എടുത്തോണ്ടിരിക്കണതിന്റെ കുറച്ച് ഭാഗം മൺഡേയും ഉണ്ട്, പിന്നെ വെനസ്ഡേയും ഉണ്ടല്ലോ, അപ്പത്തേക്കും തീർക്കാന്ന് വിചാരിച്ച മാക്സിമം വേഗത്തിൽ തീർത്താലാണല്ലോ നിങ്ങൾക്ക് എക്സാമിന് മുന്നേ ഒന്ന് റിവിഷൻ ചെയ്യാനുള്ള ടൈം കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പറയൂലേ, പരാതി പറയില്ലേ സമയം കിട്ടില്ല എന്നുള്ളത്, അതുകൊണ്ട് വേഗം തീർക്കാനാണ്. അപ്പൊ മിസ് വെള്ളിയാഴ്ച എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് മൺഡേക്ക് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ കയറി എടുക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും നമ്മുടെ ഏരിയ കഴിഞ്ഞിട്ടുണ്ട്. മിസ്സിന്റെ ക്ലാസ് ഉണ്ടോ? PGക്കാണോ? PGയിൽ ഞാനുണ്ട് കേട്ടോ. ഓക്കെ, PGയിലുണ്ട്. PG എളുപ്പമാണ്, സിമ്പിൾ ആണ്, കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഇതൊക്കെ പഠിച്ചല്ലേ. ഓക്കെ, ബാക്കി നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഈ കുറച്ച് സമയം ആതിര മിസ് കയറും കേട്ടോ. നമ്മുടെ ഈ പോർഷൻ കഴിഞ്ഞല്ലോ, ഞാൻ പറഞ്ഞായിരുന്നു ഒരു അരമണിക്കൂർ കൊണ്ട് തീരാവുന്നേ ഉള്ളൂ. അപ്പൊ മിസ്സിന് പറ്റുന്നത് അരമണിക്കൂർ കൊണ്ട് ആതിര മിസ് എടുക്കും. നെക്സ്റ്റ് ഫ്രൈഡേ മിസ്സിന്റെ ക്ലാസ് ഉണ്ട്, അതിനുശേഷം ഉള്ളത് ഞങ്ങൾ ഷെയർ ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, മിസ് ഇപ്പൊ ജോയിൻ ചെയ്യും, ആരും പോവല്ലേ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ നമുക്ക്. ഓക്കെ, ബൈ. Good morning. ഓക്കെ, ഇപ്പൊ മിസ് ഒരു അരമണിക്കൂർ എടുക്കുവാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ഒരു ക്ലാസ് കഴിയുന്നവരെ കേട്ടോ, 11:30 വരെ മിസ് ആയിരിക്കും കേട്ടോ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെ എടുത്തു നിർത്തിയത്? 3rd പോയിന്റ് അല്ലേ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരുന്നേ? 3rd പോയിന്റ് വരെയല്ലേ? ഓക്കെ, ടു നോ മിഫ്ഡ് ആൻഡ് ആംഗ്രി പേഷ്യൻസ് അല്ലെ, അലവസരപ്പെടുന്നത് അല്ലെങ്കിൽ ക്ഷുഭിതരായിട്ടുള്ള ആംഗ്രി പേഷ്യൻസിന്റെ എന്താണ് അവരെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻസ് എടുക്കാറുണ്ട് അല്ലെ. പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ എടുക്കുന്നതിലൂടെ എത്രത്തോളം പേഷ്യൻസ് നമ്മുടെ ഈ ഒരു ഹോസ്പിറ്റലിന്റെ സർവീസുകളിൽ ദേഷ്യപ്പെട്ടുള്ളവരാണ് അല്ലെങ്കിൽ അതിനോട് ക്ഷുഭിതരായിട്ടുള്ളവരാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും.
അപ്പൊ നോക്കിയേ, every hospital means a situation where they should deal with angry patients. ഏതൊരു ഹോസ്പിറ്റലിലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നേരിടേണ്ടതായി വരാം അല്ലെ. ആംഗ്രി പേഷ്യൻസ് അല്ലെങ്കിൽ അവരോട് ദേഷ്യം കാണിക്കുന്ന അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ക്ഷുഭിതരാവുന്ന അല്ലെങ്കിൽ ശല്യപ്പെടുത്തുന്ന കുറെ പേഷ്യൻസിനെ, അങ്ങനെ ഒരു പേഷ്യൻസിനെ കൈകാര്യം ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഏതൊരു ഹോസ്പിറ്റലിനും ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഇറ്റ്സ് എ ചലഞ്ചിങ് ടാസ്ക് ടു കോപ്പ് വിത്ത് സച്ച് എ പേഷ്യന്റ് ആൻഡ് എസ്പെഷ്യലി വെൻ ദേ എക്സിബിറ്റ് ദെയർ ഫ്രസ്ട്രേഷൻ ഓൺ ഹോസ്പിറ്റൽ. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോ ഈ ഒരു സാഹചര്യത്തിൽ എക്സ്പെഷ്യലി എങ്ങനെയാണ് അവരവരുടെ ആ ഒരു ദേഷ്യം അല്ലെങ്കിൽ നിരാശ പ്രകടിപ്പിക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ അല്ലെ. അപ്പൊ അവരവരെ പ്രകടിപ്പിക്കുന്ന ഹോസ്പിറ്റലിൽ അവരത് പ്രകടിപ്പിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ചിലപ്പോൾ നമ്മളത് പ്രകടിപ്പിക്കണമെന്നില്ല. പക്ഷെ ചില ആളുകൾ അത് അവർ എന്ത് ചെയ്യും, അവരുടെ ആ ഒരു ദേഷ്യവും നിരാശയൊക്കെ അവരത് എക്സ്പ്രസ് ചെയ്യും അല്ലെ. അപ്പൊ അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് പ്രദർശിപ്പിക്കുന്ന ഒരു പേഷ്യൻസ് ആവുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു സിറ്റുവേഷനെ അല്ലെങ്കിൽ ആ ഒരു പേഷ്യൻസിനെ നേരിടുക എന്ന് പറയുന്നത് ആ ഹോസ്പിറ്റലിൽ നേരിടുന്ന ഒരു വെല്ലുവിളിയാണ്, അല്ലെങ്കിൽ ഒരു ചലഞ്ച് തന്നെയാണ്. So the patients can be upset because of various reasons such as delay in appointments. ഒരു പേഷ്യന്റ് ഇതുപോലെ തന്നെ അവര് ഒരു അസ്വസ്ഥരാവാനായിട്ട് പല കാരണങ്ങളുണ്ടാവും അല്ലെ. എല്ലാവർക്കും ഒരേ റീസൺസ് ആയിരിക്കില്ല, പല കാരണങ്ങൾ കൊണ്ട് ഇവർ അസ്വസ്ഥരാവാം അല്ലെ. ഇപ്പൊ നമുക്ക് ഒരു അപ്പോയിന്റ്മെന്റ് തരുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡിലേ വന്നാലും നമുക്ക് ദേഷ്യം വരില്ലേ? അതല്ലേ, നമ്മളൊരു അപ്പോയിന്റ്മെന്റിന് വേണ്ടി സ്ഥിരമായിട്ട് വിളിക്കുന്നു, നമുക്കത് തരുന്നില്ല എങ്കിൽ നമുക്ക് ദേഷ്യം വരും അല്ലെ. സ്വാഭാവികമായിട്ടും നമുക്ക് ദേഷ്യം വരാം. ലോങ് പേഷ്യന്റ് വെയിറ്റ് ടൈംസ്, നമ്മൾ ഒരുപാട് സമയം പേഷ്യൻസിനെ വെയിറ്റ് ചെയ്തിരുത്തുന്നു, അപ്പോഴും നമുക്ക് ദേഷ്യം വരാം അല്ലെ. റോങ് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, തെറ്റായ രീതിയിൽ രോഗനിർണയം നടത്തുകയോ അല്ലെങ്കിൽ തെറ്റായ രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ തരികയോ ചെയ്താൽ നമുക്ക് ദേഷ്യം വരുമല്ലോ അല്ലെ. സ്വാഭാവികമാണ്, മനുഷ്യരാണ് അല്ലെ. ആബ്സെൻസ് ഓഫ് ക്വാളിറ്റി കെയർ, നല്ല ഗുണനിലവാരമുള്ള പരിചരണം തരാതാവുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഗുണനിലവാരമുള്ള പരിചരണത്തിന്റെ അഭാവം നിൽക്കുമ്പോൾ, അതുപോലെ തന്നെ മറ്റു നിരവധി കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഓരോ പേഷ്യൻസും ഇതുപോലെ അവർ എന്ത് ചെയ്യുന്നത്, അപ്സെറ്റ് ആവുന്നത് അല്ലെങ്കിൽ അവർ അസ്വസ്ഥരാവുന്നത്. സോ ആൻഡ് ഇഫ് ഹോസ്പിറ്റൽ ഡോണ്ട് അഡ്രസ് ദെയർ ഇഷ്യൂസ് ദേ മൈറ്റ് ഈവൻ ഫേസ് ലീഗൽ ത്രെറ്റ്സ് ഫോർ പേഷ്യന്റ്. ഒരു ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു കാര്യം ഒരു പേഷ്യന്റ് വന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അവർ ദേഷ്യപ്പെടുമ്പോൾ ആ ഒരു ഇഷ്യൂവിനെ ശരിയായ രീതിയിൽ ആ ഹോസ്പിറ്റലിൽ പരിഗണിച്ചില്ലാന്ന് വെക്കാം. അങ്ങനെ പരിഗണിച്ചില്ലെങ്കിൽ അവര് നെക്സ്റ്റ് എന്തായിരിക്കും നമ്മൾ ചെയ്യാം? എന്തായിരിക്കും? ആ ഒരു പേഷ്യന്റിന്റെ കയ്യിൽ നിന്നും നിയമപരമായിട്ടുള്ള ഒരു ഭീഷണി ഈ ഒരു ഹോസ്പിറ്റലിൽ വരും ഇല്ലേ. ഇപ്പൊ നമ്മളാണെങ്കിൽ നിങ്ങളൊരു കംപ്ലൈന്റ് പോയി പറയുമ്പോൾ അവരത് മൈൻഡ് ചെയ്തില്ലെങ്കിൽ അപ്പൊ ആ ഒരു ദേഷ്യം വർദ്ധിക്കുകയാണ് ചെയ്യുക അല്ലെ. അപ്പൊ അതിനനുസരിച്ച് ചിലപ്പോൾ നമ്മൾ കേസുകൾ കൊടുക്കാനും അതുമായി ബന്ധപ്പെട്ട മറ്റു പ്രൊസീജിങ്സ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട് അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ ഇതുപോലെ ഒരു ഇഷ്യൂ വന്നാൽ അവിടെ എന്ത് ചെയ്യണം? അത് അവഗണിക്കാതെ അല്ലെങ്കിൽ ഇപ്പോൾ അവഗണിക്കുകയാണ് എങ്കിൽ അവർക്ക് പേഷ്യൻസിന്റെ കയ്യിൽ നിന്നും നിയമപരമായിട്ടുള്ള ഭീഷണികൾ നേരിടേണ്ടതായി വന്നേക്കാം. സോ ഹോസ്പിറ്റൽ such situation. ഒരിക്കലും ഹോസ്പിറ്റലുകൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഒരിക്കലും ആ ഒരു സിറ്റുവേഷനെ അവഗണിക്കാതിരിക്കുക. സോ ഇറ്റ്സ് ബെറ്റർ ടു ലേൺ ഹൗ ടു കോപ്പ് വിത്ത് പേഷ്യന്റ്. അതിനുശേഷം അവഗണിക്കുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് ഈ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആ പേഷ്യൻസിനെ എങ്ങനെ നേരിടണം എന്ന് പഠിക്കുകയാണ് വേണ്ടത് അല്ലെ. ആ ഒരു ആംഗ്രി ആയിട്ട് വരുന്ന പേഷ്യൻസിനെ നമുക്ക് എങ്ങനെ നേരിടാൻ പറ്റും, അതിലൂടെ ഈ ഒരു സിറ്റുവേഷനെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന് പഠിക്കുകയാണ് ഹോസ്പിറ്റൽ ചെയ്യേണ്ടത്. As a care provider, hospitals need to realize the warning signs and control the situation before it gets worsened. എന്ന് വെച്ചാൽ ഒരു കെയർ പ്രൊവൈഡർ എന്ന നിലയിൽ ഒരു ഹോസ്പിറ്റല് എപ്പോഴും എന്ത് മനസ്സിലാക്കിയിരിക്കണം? ദ വാർണിംഗ് സൈൻസ്. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് എന്നതിന്റെ ആ ഒരു ഇഷ്യൂ വന്നു അല്ലെങ്കിൽ ഒരു കംപ്ലൈന്റ് വരുമ്പോൾ തന്നെ ഇതൊരു അപകട മുന്നറിയിപ്പാണ് എന്ന് മനസ്സിലാക്കുകയും ഈ ഒരു സിറ്റുവേഷൻ വ്യക്തമായിട്ട് എന്താണ് ആ ഒരു പ്രശ്നം എന്ന് മനസ്സിലാക്കുകയും അത് വഷളാവാതിരിക്കാൻ ആ ഒരു സിറ്റുവേഷനെ നിയന്ത്രിക്കേണ്ടതും ഹോസ്പിറ്റൽ തന്നെ, അതൊരു കെയർ പ്രൊവൈഡർ എന്ന നിലയിൽ ഹോസ്പിറ്റൽ ചെയ്യേണ്ട കാര്യമാണ്. ആ ഒരു ഇഷ്യൂ വരുമ്പോൾ തന്നെ ഇതൊരു അപകട മുന്നറിയിപ്പാണെന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പേഷ്യൻസിനോട് നന്നായി പെരുമാറി നല്ല രീതിയിൽ അവരോട് സംസാരിച്ച് അവരെന്ത് ചെയ്യുക, നമുക്ക് പറ്റുന്ന രീതിയിലൊന്ന് മയപ്പെടുത്തിയെടുക്കുകയും ആ ഒരു സിറ്റുവേഷൻ വളരെ വഷളാവുന്നതിനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യേണ്ടത്
ഹോസ്പിറ്റലാണ്. സോ ഐ നീഡ് ടു ക്രിയേറ്റ് ബെസ്റ്റ് പ്രാക്ടീസ് ആൻഡ് ഫോളോ ദം ടു ഹാൻഡിൽ ആംഗ്രി പേഷ്യൻസ്. എപ്പോഴും നമുക്ക് നല്ല രീതിയിൽ എങ്ങനെ ഈ പേഷ്യൻസിനെ, ആംഗ്രി പേഷ്യൻസിനെ നമുക്ക് കൈകാര്യം ചെയ്യാം, അതിനുവേണ്ടി ഏതൊക്കെ മികച്ച രീതികൾ നമുക്ക് ഉപയോഗിക്കാം, എങ്ങനെ നമുക്കത് ഫോളോ ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചായിരിക്കണം എപ്പോഴും ഈ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഒരു ഹോസ്പിറ്റല് ചിന്തിക്കേണ്ടത്. അല്ലാതെ ഒരിക്കലും ആ ഒരു സിറ്റുവേഷനെതിരെ എന്ത് ചെയ്യാൻ പാടില്ല, റിയാക്ട് ചെയ്യുക അല്ലെങ്കിൽ അത് മൈൻഡ് ചെയ്യാതിരിക്കുകയല്ല ചെയ്യേണ്ടത്. അതിനെ ഒരിക്കലും അവഗണിക്കാതെ അവർ പറയുന്ന ഇഷ്യൂസ് എന്താണോ അത് കേൾക്കുകയും അതിനനുസരിച്ച് ആ ഒരു സിറ്റുവേഷനെ കൈകാര്യം ചെയ്യുകയുമാണ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ ആ ഒരു പാരഗ്രാഫ്? മനസ്സിലായോ? ഓക്കെ. അടുത്തത് ഇംപ്ലിമെന്റിംഗ് സ്ട്രാറ്റജീസ് ടു ഡീൽ വിത്ത് ആംഗ്രി പേഷ്യൻസ്. അപ്പൊ ഇങ്ങനെയുള്ള ആംഗ്രി പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഒരു ഹോസ്പിറ്റല് എന്തൊക്കെ സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ എന്തൊക്കെ തന്ത്രങ്ങൾ അവർക്ക് നടപ്പിലാക്കാം, അതാണ് ഇവിടെ പറയുന്നത്. ഒരു സ്റ്റെപ്പ് വൈസ് ആയിട്ടാണ് പറയുന്നത്. പിക്ചറുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണോട്ടാ. അതിൽ ഒന്നാമത്തത് സ്റ്റെപ്പ് 1 ആണ്. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാട്ടോ പറയുന്നത്. അതിൽ ഒന്നാമത്തത് അക്നോളജ് ആൻഡ് ലിസൺ ടു പേഷ്യൻസ് കംപ്ലൈന്റ് കാംലി. എന്താണ്? പേഷ്യൻസിനെ വളരെ ശാന്തമായിട്ട് അവർ പറയുന്ന ആ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ എന്ത് പ്രോബ്ലം ആണോ അവർ പറയുന്നത് അത് വളരെ ശാന്തമായിട്ട് കേൾക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യുക. അപ്പൊ ഒരിക്കലും അവരോട് ദേഷ്യപ്പെട്ടല്ല, എന്നാൽ നിങ്ങൾ പറയും എന്താണ് നിങ്ങളുടെ കംപ്ലൈന്റ് എന്ന് വളരെ ശാന്തമായി അവരോട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്ത് വളരെ നല്ല രീതിയിൽ മാന്യമായ രീതിയിൽ അവരോട് സംസാരിക്കുക. ശാന്തതയോടുകൂടി അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക. രണ്ടാമത്തത് പറയുന്നത് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ റൂട്ട് കോസ് ഓഫ് ദ പ്രോബ്ലം. ആ ഒരു പ്രശ്നത്തിന്റെ മൂലകാരണം എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ ആ ഒരു പ്രശ്നം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ചുള്ള സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനുവേണ്ടി അവർ പറയുന്ന ആ ഒരു ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് അതിന്റെ മൂലകാരണം എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പ് 3 പറയുന്നത് അവോയ്ഡ് ബീയിങ് ഡിഫെൻസീവ് ആൻഡ് റെസ്പോണ്ട് വിത്ത് എംപതി. ഒരിക്കലും അവരെ എന്ത് ചെയ്യാൻ പാടില്ല, ഡിഫെൻസീവ്, അവരോട് പ്രതിരോധിക്കുന്ന രീതിയിലായിരിക്കരുത് അവരോട് പെരുമാറേണ്ടത്. ഒരിക്കലും നമ്മൾ അവരോട് ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ തിരിച്ച് നമ്മൾ അതിനനുസരിച്ച രീതിയിൽ അവർ പെരുമാറുന്ന അതേ രീതിയിൽ പ്രതികരിക്കുകയോ ചെയ്യാൻ പാടില്ല. മറിച്ച് അവരോട് വളരെ സഹാനുഭൂതിയോടുകൂടിയും നമ്മളൊരു റെസ്പെക്റ്റോടു കൂടിയൊക്കെ പെരുമാറി അങ്ങനെയായിരിക്കണം അവരോട് എന്ത് ചെയ്യേണ്ടത്, അവരെ നേരിടേണ്ടത്. സ്റ്റെപ്പ് 4 പറയുന്നത് മേക്ക് ദ പേഷ്യന്റ് ഫീൽ ദാറ്റ് their concerns are taken seriously. ഒരു പേഷ്യന്റ് ഒരു ഇഷ്യൂ പറയുമ്പോൾ, ഇപ്പൊ നമ്മളാണെങ്കിൽ ഒരു ഇഷ്യൂ ചെന്ന് പറയുമ്പോൾ അവരത് സീരിയസ് ആയിട്ട് എടുക്കുന്നു നമുക്ക് ഫീൽ ചെയ്യുമ്പോഴല്ലേ നമുക്ക് അതിലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക അല്ലെ. ഒന്നാണത് ഒരു ചെറിയ ഇഷ്യൂ ആണെങ്കിലും അത് പറഞ്ഞപ്പോ അവരത് സീരിയസ് ആയിട്ട് എടുത്തല്ലോ, അവരത് ഗൗരവമായിട്ട് എടുത്തല്ലോ എന്നൊരു ഫീലിംഗ് ആർക്കുണ്ടായിരിക്കണം അല്ലെങ്കിൽ ആർക്കുണ്ടാക്കി നൽകണം നമ്മള് ആ പേഷ്യന്റിന്. അപ്പൊ അതാണ് മേക്ക് ദ പേഷ്യന്റ് ഫീൽ ദാറ്റ് their concern. അവരുടെ ആശങ്കകൾ അല്ലെങ്കിൽ അവര് പറയുന്ന രീതിയിലുള്ള ഇഷ്യൂസ് ഒക്കെ വളരെ സീരിയസ് ആയിട്ട് ആ ഹോസ്പിറ്റലിലെ ജീവനക്കാർ എടുക്കുന്നു എന്നൊരു ഫീല് ആ പേഷ്യൻസിൽ വരുത്തണം. അഞ്ചാമത്തത് apologies and take quick action to settle the problem. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ക്ഷമ ചോദിക്കുക. ചില സ്ഥാപനങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മൾ കംപ്ലൈന്റ് ഒക്കെ പറയുമ്പോൾ അവർ ക്ഷമ ചോദിക്കും അല്ലെ. സോറി, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിന് ക്ഷമ ചോദിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രോബ്ലം നമ്മൾ എത്രയും പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്ത് തരാനായിട്ട് ഞങ്ങൾ ശ്രമിക്കും എന്നൊക്കെ പറയുമല്ലോ. അതുപോലെ നമ്മൾ ക്ഷമ ചോദിക്കുക. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നതിൽ നമ്മൾ ക്ഷമ ചോദിക്കുന്നു, അങ്ങനെ അപ്പോളജൈസ് ചെയ്യുക അവരോട്. അതുപോലെ തന്നെ അവരുടെ ആ ഒരു പ്രോബ്ലം വളരെ വേഗത്തിലും എത്രയും പെട്ടെന്ന് വളരെ വേഗത്തിൽ പെട്ടെന്ന് എന്ത് ചെയ്യുക, അതിന് ആ ഒരു പ്രോബ്ലത്തെ എന്ത് ചെയ്യുക, പരിഹരിക്കാൻ ശ്രമിക്കുക. 6 പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി അബൌട്ട് വാട്ട് യു ക്യാൻ ഡു അബൌട്ട് ദ സിറ്റുവേഷൻ. അപ്പൊ നമുക്കറിയാം ഇപ്പൊ എല്ലാവർക്കും ചിലപ്പോ എല്ലാ രീതിയിലുമുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തി നൽകാൻ ചിലപ്പോൾ ആ ഒരു സ്റ്റാഫിന് പറ്റിയെന്ന് വരില്ല. അപ്പൊ അവരെന്ത് ചെയ്യുക, അവരുടെ പരിമിതികൾ പറയാം. എന്റെ ജോലിയുടെ ഒരു ഡ്യൂട്ടിയിൽ നിന്നും എനിക്ക് ഇന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും, അത് ഞാൻ ചെയ്തു തരാം പറയാറില്ലേ. ചില സ്ഥാപനങ്ങളിൽ ചെല്ലുമ്പോൾ എനിക്ക് ഇന്ന കാര്യങ്ങളാണ് എന്റെ ഭാഗത്തു നിന്ന് ചെയ്തു തരാൻ പറ്റുന്നത്. അപ്പൊ അതെന്താണെന്ന് വ്യക്തമായിട്ട് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് അവരോട് ആശയവിനിമയത്തിലൂടെ, അല്ലാതെ എല്ലാം ചെയ്തു തരാമെന്ന് ഏറ്റെടുത്തിട്ട്
ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവിടെ ഒരു വിശ്വസ്തത നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റാഫിന് എന്ത് കാര്യങ്ങൾ മാക്സിമം വർക്ക് ചെയ്യാൻ പറ്റും, അത് ഇന്നതാണ്, എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഇന്ന ഭാഗങ്ങളാണ് എന്ന് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുക. ഇനി അത് ആ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ അവരെന്ത് ചെയ്യണം, അവരുടെ ഉയർന്ന അധികാരികളോട്, അവരുടെ സൂപ്പർവൈസേഴ്സ് കാര്യങ്ങളോട് ഈ ഒരു ഇഷ്യൂ കൊണ്ടു കൊടുക്കുക, ഈ ഒരു ഇഷ്യൂ അവരുടെ മുന്നിൽ എത്തിക്കുകയും അവരിലൂടെ ആ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുക. ഈ 6 സ്റ്റെപ്പുകളിലൂടെ, ഈ 6 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ തന്ത്രങ്ങളാണ്. ഈ തന്ത്രങ്ങൾ നടപ്പിലാക്കുന്നതിലൂടെ നമുക്കൊരു ആംഗ്രി പേഷ്യൻസിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കും. ക്ലിയർ ആണോ ആ ഒരു 6 സ്റ്റെപ്പ്? ഓക്കെ ആണോ? ഓക്കെ. Then what can hospital do to deal with angry patients? ഒരു ഹോസ്പിറ്റലില് ആംഗ്രി പേഷ്യൻസ് വന്നാൽ ആ ഹോസ്പിറ്റലിന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ് ഹോസ്പിറ്റലിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ? Take a deep breath and try to remain calm. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അതിനോട് ദേഷ്യം പറഞ്ഞ കാര്യങ്ങൾക്ക് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കേട്ടാ. ടേക്ക് എ ഡീപ് ബ്രെത്ത്, എന്താണ് ഒരു നല്ല രീതിയിൽ ദീർഘനിശ്വാസം എടുക്കുക. ചിലപ്പോൾ നമുക്ക് പല ആളുകൾക്കും ചിലപ്പോൾ ദേഷ്യമൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അല്ലെ. നമ്മളോട് ഒരാൾ ദേഷ്യപ്പെട്ടാൽ ചിലപ്പോൾ ചില ആളുകൾ റിയാക്ട് ചെയ്ത് പോകും. അപ്പൊ അങ്ങനെയൊന്നും ചെയ്യാതെ നമ്മുടെ ദേഷ്യവും നമ്മുടെ ആ ഒരു മൈൻഡും ഒക്കെ ഒന്ന് കാം ആവാൻ വേണ്ടിയിട്ട് ആ കേൾക്കുന്ന ആ ഒരു സ്റ്റാഫ് എപ്പോഴും എങ്ങനെയായിരിക്കണം, ഒരു ഡീപ് ബ്രെത്ത് എടുത്ത് ഒരു ദീർഘനിശ്വാസം എടുത്ത് വളരെ കാമായിട്ട് നിന്ന് വേണം അവര് പറയുന്ന ഇഷ്യൂസ് കേൾക്കാനായിട്ട്. രണ്ടാമത്തത്, gather all the details about the patient, disease and treatment provided to them. അവർക്ക് കൊടുത്തിരിക്കുന്ന, അവർക്ക് ആ ഹോസ്പിറ്റലിൽ നിന്ന് എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ അല്ലെങ്കിൽ എന്തൊക്കെ ഡിസീസുകളാണ് അവർക്കുള്ളത്, അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്, ഇതുമായി ബന്ധപ്പെട്ട പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക എന്നതാണ് രണ്ടാമത്തത്. അപ്പൊ അവരുടെ ആ ഒരു പ്രോബ്ലം എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു പ്രോബ്ലം ഇഷ്യൂ അങ്ങനെ ഫേസ് ചെയ്തു എന്ന് പറയുന്നത്, അപ്പൊ അതിന് മുൻപുള്ള ഡീറ്റെയിൽസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു ഇഷ്യൂ എവിടെ നിന്നാ വന്നേ, എന്താണ് അതിന്റെ കാരണം, അങ്ങനെയൊക്കെ മനസ്സിലാവുള്ളൂ അല്ലോ. അപ്പൊ ആ പേഷ്യന്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടാണോ ഈ ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്നത്, എന്ത് ട്രീറ്റ്മെന്റ് ഒക്കെയാണ് അവർക്ക് നൽകിയിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് ആ ഹോസ്പിറ്റലിലെ ജീവനക്കാർ കളക്ട് ചെയ്യുക. മൂന്നാമത്, സ്പെൻഡ് quality time with patient to detect എന്നാണ് കേട്ടോ, ഡിഫക്റ്റ് അല്ല, ഡിറ്റക്ട് റീസൺസ് ബിഹൈൻഡ് their outburst. അതിനിങ്ങനെ പൊട്ടിത്തെറിക്കാനുണ്ടായിട്ടുള്ള കാരണം, ആ ഒരു പൊട്ടിത്തെറിയുടെ പിന്നിൽ എന്തൊക്കെ കാരണങ്ങളാണുള്ളത്, എന്ത് കാരണം കൊണ്ടാണ് അവരിങ്ങനെ ദേഷ്യപ്പെട്ടത് അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ചത്, അതിന്റെ കാരണം എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ആ പേഷ്യന്റിനോട് കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക. അവരുടെ കൂടെ അവര് ദേഷ്യപ്പെട്ടായിരിക്കും സംസാരിക്കുന്നത്, എന്നാൽ പോലും അവരോട് കൂടുതൽ അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനും കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് ചിലവാക്കി തന്നെ അവരോട് എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ദേഷ്യപ്പെടാനുള്ള കാരണം എന്താണ് നമ്മുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള വീഴ്ചകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് കുറച്ച് സമയം, കുറച്ച് ക്വാളിറ്റി ടൈം അവർക്ക് വേണ്ടി ചിലവഴിക്കുക. അടുത്തത് പറയുന്നത്, ഷോ എംപതി ആൻഡ് ട്രൈ ടു സോൾവ് ദെയർ പ്രോബ്ലം. അവരോട് വളരെ സഹാനുഭൂതിയോടെ പെരുമാറുക, അതുപോലെ തന്നെ അവരുടെ ഇഷ്യൂ സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ പരിഹരിക്കുന്നതിന് വേണ്ടി ട്രൈ ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത്, അവോയ്ഡ് ഗിവിംഗ് എവേ ടു എനി ആർഗ്യുമെന്റ്സ് ആൻഡ് ഡിഫെൻഡ് അഗെയിൻസ്റ്റ് ത്രെറ്റ്സ്. അപ്പൊ ഇവിടെ എന്തെങ്കിലും ആർഗ്യുമെന്റുകളോ കാര്യങ്ങളോ ഒന്നും അവരോട് തിരിച്ചു തന്നെ ചെയ്യരുത്. അപ്പൊ അവരൊരു ഇഷ്യൂ പറഞ്ഞാൽ അത് ഓക്കെ, ഞങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നു, എന്താണ് പ്രോബ്ലം എന്ന് ഞങ്ങൾ എന്താണ് വിശദമായിട്ട് അന്വേഷിച്ച് അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തി തരാം എന്ന രീതിയിലായിരിക്കണം സംസാരിക്കേണ്ടത്. അല്ലാതെ ഒരിക്കലും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു തെറ്റുകൾ വരാൻ സാധ്യതയില്ല, നിങ്ങൾ കള്ളം പറയുന്നതാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് തിരിച്ച് അവരോട് ആർഗ്യുമെന്റ് ചെയ്യുക അല്ലെങ്കിൽ വാദിക്കുകയല്ല വേണ്ടത്, അത് ഒഴിവാക്കുകയും അതുപോലെ തന്നെ ഡിഫെൻഡ് അഗെയിൻസ്റ്റ് അവരോട് അവര് ഭീഷണിപ്പെടുത്തുന്നതിനനുസരിച്ച് തന്നെ ഇതിനെതിരെ തിരിച്ച് നമ്മൾ അതേ രീതിയിൽ ഒരിക്കലും ആ ഒരു പ്രതിരോധം ചെയ്യാനും പാടില്ല. ലാസ്റ്റ് പറയുന്നത്, പ്രൊട്ടക്ട് ലീഗലി ബൈ കെയർഫുള്ളി ഡോക്യുമെന്റിംഗ് ക്ലിനിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കംപ്ലൈന്റ്സ്. ഇങ്ങനെ ചികിത്സാപരമായിട്ടുള്ള കംപ്ലൈന്റുകൾ വരാം, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് പരമായിട്ടുള്ള കംപ്ലൈന്റുകൾ വരാം. ഈ കംപ്ലൈന്റ് എല്ലാം നമ്മൾ വളരെ ശ്രദ്ധാപൂർവം
നമുക്ക് ലീഗലി, അതായത് നമുക്ക് നിയമപരമായിട്ട് പിന്നീട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരികയുണ്ട് എന്ന് നമ്മളൊന്ന് മുൻകൂട്ടി കാണണം അല്ലെ. അപ്പൊ അത് കണ്ടുകൊണ്ട് വളരെ ലീഗലി ഈ ഒരു ഡോക്യുമെന്റ്സ് വളരെ ശ്രദ്ധാപൂർവം അത് ഡോക്യുമെന്റ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ്. ഈ ഒരു കംപ്ലൈന്റ്, ഏത് കംപ്ലൈന്റും ആയിക്കോട്ടെ, ഒരു ഹോസ്പിറ്റലൊക്കെ ഒരു കംപ്ലൈന്റ് വന്നാൽ അത് വളരെ ശ്രദ്ധാപൂർവം അതിനനുസരിച്ചുള്ള പ്രൊസീജിയേഴ്സ് ചെയ്ത് കൊടുക്കുന്നതിനൊപ്പം തന്നെ ആ കംപ്ലൈന്റുകൾ കൃത്യമായിട്ട് കെയർഫുൾ ആയിട്ട് ഡോക്യുമെന്റ് ചെയ്ത് ലീഗലി സൂക്ഷിക്കേണ്ടതുമാണ്. അപ്പൊ പിന്നീട് എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസോ കാര്യങ്ങളോ വന്നാൽ ഇന്ന കാര്യങ്ങളാണ് നമ്മൾ അവർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്, ഇന്ന കംപ്ലൈന്റ് ആണ് അവർ ഇവിടെ തന്നിരിക്കുന്നത് എന്നതിനൊക്കെ ഒരു പ്രൂഫ് ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ ഒരു ഹോസ്പിറ്റല് ഒരു ആംഗ്രി പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ക്ലിയർ ആണോ? ഒരു പോയിന്റ്സ് ക്ലിയർ ആണോ? ഓക്കെ. ഇനി നാലാമത്തെ പോയിന്റ് ആണ് ടു ഇംപ്രൂവ് പേഷ്യന്റ് എക്സ്പീരിയൻസ്. ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ചെയ്യുന്നതിലൂടെ നമുക്ക് പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അനുഭവം മെച്ചപ്പെടുത്താൻ സാധിക്കും. ഇതിനെ നോക്കിയേ, മോസ്റ്റ് ഡോക്ടേഴ്സ് spend a short span of time in which they want to complete various tasks from catching up with patients, understanding their concerns and providing the required treatment. നമുക്കറിയാം, എപ്പോഴും നമ്മളാണെങ്കിലും ഒരു കൺസൾട്ടന്റ് അടുത്ത് പോകുമ്പോൾ ഒരുപാട് സമയം നമുക്ക് ആ ഒരു ഡോക്ടറുടെ അടുത്ത് സ്പെൻഡ് ചെയ്യാൻ കിട്ടാറുണ്ടോ? വളരെ ആ ഡോക്ടർ നമ്മുടെ അടുത്ത് നിൽക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ വളരെ കുറവല്ലേ അല്ലെ? വളരെ ചുരുങ്ങിയ ഒരു സമയമാണ്, ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ആണ് അല്ലെ? വളരെ ചുരുങ്ങിയ ഒരു ചെറിയൊരു കാലയളവ് അല്ലെങ്കിൽ ചെറിയൊരു സമയമാണ് ആ ഒരു മിക്ക ഡോക്ടേഴ്സിനും ആ ഒരു പേഷ്യന്റിന്റെ അടുത്ത് കിട്ടുന്നത് അല്ലെ? ആ ചുരുങ്ങിയ സമയം കൊണ്ട് ഡോക്ടർ ഒരുപാട് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യണം വേണ്ടേ? അവരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അവർ ഒരുപാട് ജോലികൾ കംപ്ലീറ്റ് ചെയ്യണം അല്ലെ? ആ പേഷ്യൻസിനോട് സംസാരിക്കണം, അവരിൽ നിന്ന് അവരുടെ രോഗവും എന്തൊക്കെ രോഗങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ എന്ത് ചെയ്യണം, കളക്ട് ചെയ്യണം. അതിനനുസരിച്ച് അവരുടെ ആ പേഷ്യൻസിന്റെ ആശങ്കകൾ എന്തൊക്കെയാണ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതിനനുസരിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകളും കൊടുക്കണം വേണ്ടേ? ഒരുപാട് സമയമൊന്നും ആ ഒരു കൺസൾട്ടന്റിന് കിട്ടുന്നില്ല. പിന്നീട് ചുരുങ്ങിയ സമയം കൊണ്ട് ആ ഒരു പേഷ്യന്റിന്റെ എല്ലാ തരത്തിലുമുള്ള രോഗങ്ങളെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും ആ ഒരു ഡോക്ടറിന് മനസ്സിലാക്കാൻ പറ്റുമോ? ആ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് പറ്റുമോ? നമ്മൾക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പൊ എന്തിനാണ് വന്നത് അല്ലെ, എനിക്ക് എന്താ ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് മാത്രമല്ലേ തരാൻ പറ്റുള്ളൂ അല്ലെ? മറ്റുള്ള എല്ലാ രോഗങ്ങളെ കുറിച്ചും ആ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു ഡോക്ടറിനെ കണ്ടെത്തിക്കാതെ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാനോ സാധിക്കുമോ? പറ്റുമോ? ഇല്ല അല്ലെ? അതന്നെയാണ് ഇവിടെയും പറയുന്നത്. In such cases, it would be difficult for doctors to address all the problems of the patient. അപ്പൊ ആ ഒരു ചുരുങ്ങിയ സമയം ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഡോക്ടറിന് അത് ബുദ്ധിമുട്ടാണ്. എന്താ? ഒരു പേഷ്യന്റുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും മനസ്സിലാക്കുകയും അത് കണ്ടെത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഡോക്ടറിന് ആ ഒരു ചുരുങ്ങിയ സമയം ഉള്ളത് കൊണ്ട് തന്നെ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? And if we do not get answers for specific queries, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ചില ചോദ്യങ്ങൾക്ക് ആ ഹോസ്പിറ്റലിന് ഉത്തരം പറയാൻ പറ്റില്ല, ആൻസേഴ്സ് കൊടുക്കാൻ പറ്റില്ല. കാരണം അവർ ആവശ്യമുള്ള എല്ലാ തരത്തിലുമുള്ള പരിചരണം ഒരു ഹോസ്പിറ്റലിൽ കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് ചിലപ്പോൾ ആൻസർ പറയാൻ പറ്റില്ല. കാരണം ചില പ്രോബ്ലംസ് നമുക്ക് കണ്ടെത്താൻ പറ്റാത്തതുണ്ടാവും. കാരണം ഇതാണ്, അധികം സമയം നമ്മുടെ ഒരു ഡോക്ടറിന് ആ ഒരു പേഷ്യന്റിനെ കിട്ടുന്നില്ല. അതേസമയം ഒരു പേഷ്യന്റിനെ ഒരു ഡോക്ടർ നല്ല രീതിയിൽ ഒരു കെയർ കൊടുത്ത് നോക്കി കുറെ സമയം എടുത്ത് ഒരു ഡയഗ്നോസിസ് ഒക്കെ നടത്തുകയാണെങ്കിൽ മിക്ക പ്രോബ്ലംസ് നമുക്ക് കണ്ടെത്താൻ പറ്റുമായിരിക്കും. പക്ഷെ ഇവിടെ വളരെ ചുരുങ്ങിയ സമയമാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പേഷ്യന്റിന് വേണ്ട എല്ലാ തരത്തിലുമുള്ള ഒരു പരിചരണം അല്ലെങ്കിൽ അവരുടെ എല്ലാ പ്രോബ്ലംസിനും ഉള്ള ഒരു കെയർ കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്നൊരു ചോദ്യം ഹോസ്പിറ്റലിനോട് ചോദിച്ചാൽ അവർക്ക് ചിലപ്പോൾ അതിന് ആൻസർ പറയാൻ പറ്റില്ലാതെ വരും ഇല്ലേ? അഡ്വൈസ്. അതുപോലെ എല്ലാവർക്കും ശരിയായിട്ടുള്ള ഒരു അഡ്വൈസ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങളാണോ കൊടുക്കുന്നത് എന്ന് ചോദിച്ചാലും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അല്ലെ? ആ ഒരു ഹോസ്പിറ്റലാണ് അതേ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇറ്റ് വുഡ് ബി ഡിഫിക്കൽട്ട് ഫോർ ഹോസ്പിറ്റൽ ടു ഇംപ്രൂവ് ദ പേഷ്യന്റ് എക്സ്പീരിയൻസ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ എപ്പോഴും ഒരു ഹോസ്പിറ്റലിന് ബുദ്ധിമുട്ടാണ്. വരുന്ന ഓരോ പേഷ്യൻസിനെയും എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അനുഭവം മികച്ചതാക്കുക അല്ലെങ്കിൽ മെച്ചപ്പെടുത്തുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് ആണ്.
Then one of the best way to improve it's by engaging with patients and addressing their problems correctly after every interaction. എപ്പോഴും പേഷ്യൻസിന് നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കണമെങ്കിൽ, അത് മെച്ചപ്പെടുത്തണമെങ്കിൽ നമ്മൾ ആ പേഷ്യൻസിനോട് കൂടുതൽ ഇടപെടൽ നടത്തണം, അല്ലെ? ആ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, അവിടുത്തെ ജീവനക്കാരായിക്കോട്ടെ, ആ ഒരു പേഷ്യൻസിനോട് കൂടുതൽ ഇടപെടൽ നടത്തുകയും അതിലൂടെ അവർ ഫേസ് ചെയ്യുന്ന ഓരോ പ്രോബ്ലത്തിനെയും വളരെ ഗൗരവമായി കണ്ട് അതിനനുസരിച്ച് അവർക്ക് എന്തൊക്കെ പ്രോബ്ലം ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു പേഷ്യന്റിന്റെ എക്സ്പീരിയൻസ് മികച്ചതാവുന്നത്, അല്ലെ? അപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് ചിലർ പറയാറില്ലേ, എത്ര ഹോസ്പിറ്റലിൽ പോയിട്ടും രോഗം കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറയാറുണ്ട്, അല്ലെ? എത്ര ഇന്ന ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ രോഗമൊന്നും കണ്ടുപിടിച്ചില്ല, പക്ഷെ വേറൊരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് ഞങ്ങളുടെ രോഗം കണ്ടുപിടിച്ചതെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അപ്പൊ അതെന്തുകൊണ്ട്? അപ്പൊ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാ? മറ്റേ ഹോസ്പിറ്റലിനെ കുറിച്ച് ഒരു ബാഡ് എക്സ്പീരിയൻസ് ആ വരുന്നത്, അല്ലെ? അതേസമയം കുറച്ച് ക്വാളിറ്റി ടൈം ഇവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത് അതിനനുസരിച്ച് ഇവരോട് ഇടപെടൽ നടത്തി അവരുടെ ഓരോ പ്രോബ്ലംസും എന്താണ്, അവർ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള രോഗനിർണയങ്ങൾ നടത്തുമ്പോൾ മിക്ക പ്രോബ്ലംസും നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പൊ അതിലൂടെ പേഷ്യൻസിന്റെ എക്സ്പീരിയൻസും നമുക്ക് മികച്ചതാക്കാൻ സാധിക്കും. ക്ലിയർ ആണോ? അത്രയും ഭാഗം ഓക്കെ ആണോ? Okay. Then the patient experience pyramid. ഈ ഒരു patient experience pyramid എന്ന് പറഞ്ഞാല് ഇവിടെ ശരിക്കും ഈ ഒരു പിരമിഡിൽ പറയുന്നത് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഇവിടെ പേഷ്യന്റ് എക്സ്പീരിയൻസ് താഴെ കൊടുത്തിരിക്കുന്നത് പേഷ്യൻസിന് കൊടുക്കുന്ന സർവീസുകളിലൂടെയുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പൊ പേഷ്യൻസിന് നമ്മൾ സർവീസുകൾ കൊടുക്കുന്നു. അപ്പൊ ആ ഒരു സർവീസുകളിലൂടെയുള്ള ഒരു യാത്രയാണ് പിന്നെ പേഷ്യൻസിന്റെ, അല്ലെ? ഒരു ഹോസ്പിറ്റലിൽ വരുമ്പോ ഒരു പേഷ്യന്റിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് നമുക്ക് കിട്ടാം? എങ്ങനെയാ കിട്ടാം? ആദ്യം ചെല്ലുമ്പോൾ തന്നെയാണോ കിട്ടുന്നത്? അല്ല, അല്ലെ? ആ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുന്നത് മുതൽ തുടങ്ങുന്നുള്ളൂ, അല്ലെ? ചെല്ലുന്നത് മുതൽ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പൊ അവിടെ അവർക്ക് ആദ്യം നമ്മൾ എക്സ്പീരിയൻസിന് വേണ്ടിയുള്ള സർവീസുകൾ കൊടുക്കും. അപ്പൊ ആ ഹോസ്പിറ്റലിൽ സർവീസുകൾ കൊടുക്കുന്നു. ഹൗ പ്രാക്ടീസ് എൻഗേജസ് ഇറ്റ്സ് പേഷ്യൻസ്. അപ്പൊ ഓരോ രീതിയിലും ആ പേഷ്യൻസിനെ എത്രത്തോളം ആ സർവീസുകളിൽ എൻഗേജ്ഡ് ആക്കുന്നുണ്ട്, അവരുമായിട്ട് എത്രത്തോളം ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്നതിനനുസരിച്ച് ആ പേഷ്യന്റിന്റെ ജേർണി, ആ ഒരു ഹോസ്പിറ്റലിലെ സർവീസുകളിലൂടെയുള്ള ആ ഒരു പേഷ്യന്റിന്റെ യാത്രയിലൂടെയാണ് നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് നേടിയെടുക്കാൻ പറ്റുന്നത്, അല്ലെ? ആണല്ലോ. ഇനി ആ ഒരു യാത്രയിലൂടെ നമുക്ക് പേഷ്യന്റ് സെൻട്രിക് സർവീസുകൾ കൊടുക്കുന്നു. നമ്മൾ പേഷ്യൻസിന് കൊടുക്കുന്ന സർവീസുകൾ കുറച്ചുകൂടി നമ്മൾ ആ ഒരു രോഗിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള സർവീസുകളാവുമ്പോൾ ആ യാത്രയിലൂടെ കിട്ടുന്ന എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും? മൂല്യമുള്ളതായിരിക്കും, അല്ലെ? ആണോ? ഒരു പേഷ്യന്റ് സെൻട്രിക് ആയിട്ടുള്ള ഒരു സർവീസ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ആ പേഷ്യൻസിന്റെ ആ ഒരു ഹോസ്പിറ്റലിലൂടെയുള്ള യാത്രയിലൂടെ കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വാല്യൂ ഉള്ളതായിരിക്കില്ലേ? മൂല്യമുള്ളതായിരിക്കില്ലേ? ആണോ? അതാണ് ഈ ഒരു പിരമിഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ ആയിട്ട് മിസ് പറഞ്ഞതാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അങ്ങനെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ ഇത് കിട്ടുള്ളൂ. അത് വെറുതെ വായിച്ചിട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല കേട്ടോ. പേഷ്യന്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്, നമ്മൾ അവിടെ ഒന്ന് ബ്രാക്കറ്റിൽ എഴുതി വെച്ചോ. പേഷ്യൻസിന് കൊടുക്കുന്ന സർവീസുകളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സർവീസുകളിലൂടെ അവർക്ക് എക്സ്പീരിയൻസുകൾ കിട്ടും. ആ ഒരു സർവീസ് സ്റ്റാർട്ട് ചെയ്തത് മുതൽ അവരുടെ ഓരോരോ കാര്യങ്ങളിലും ആ പേഷ്യന്റിനെ ഇടപെടലുകൾ, ഓരോ സർവീസുകളിലും പേഷ്യൻസിനെ നമ്മൾ ഇടപെടലുകൾ നടത്തുന്നു. അതിലൂടെ ആ ഹോസ്പിറ്റലിലൂടെ ആ പേഷ്യന്റ് ഓരോ സർവീസുകളിലൂടെയുള്ള യാത്രകളിലുടനീളം അവർക്കൊരു പേഷ്യന്റ് സെൻട്രിക് ആയിട്ടുള്ള സർവീസാണ്, രോഗിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള സർവീസാണ് കൊടുക്കുന്നതെങ്കിൽ അവരുടെ ആ ഒരു യാത്രയിലുടനീളം അവർക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് മികച്ചതായിരിക്കും. അല്ലെങ്കിൽ നല്ല വാല്യൂ ഉള്ള ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ വിതരണമാണ് അവിടെ പേഷ്യൻസിന് കിട്ടുന്നതെങ്കിൽ ആ പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ മൂല്യമുള്ള ഒരു അല്ലെങ്കിൽ നല്ല ഇംപ്രൂവ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഉയർന്ന നിലവാരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അവർക്ക് അതിലൂടെ ഗെയിൻ ചെയ്യാൻ സാധിക്കുക. ക്ലിയർ ആണോ? ഇത്രയും ഓക്കെ ആണോ? മനസ്സിലായോ ആ ഒരു പിരമിഡ് എന്താന്നുള്ളത്? ഓക്കെ. ഈ ഒരു ഭാഗം കൂടി നമുക്ക് പറഞ്ഞിട്ട് നിർത്താം കേട്ടോ. വാട്ട് ഹോസ്പിറ്റൽ ക്യാൻ ഡു ഇംപ്രൂവ് പേഷ്യന്റ് എക്സ്പീരിയൻസ്? ഒരു പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടി ഒരു ഹോസ്പിറ്റലിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും?
establish a centralized hospital information system to streamline hospital processes, patient registration, appointment scheduling, generating bills, publishing lab test reports, setting up reminders, etc. അപ്പോൾ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ത് ചെയ്യുക, സ്ഥാപിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് പേഷ്യന്റ് സെൻട്രിക് സർവീസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ സർവീസ് തന്നെയാണ്. ഇത് രോഗിയെ കേന്ദ്രീകരിച്ചുള്ള സർവീസുകൾ കൊടുക്കാന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും അവരുടെ ഇഷ്ടപ്രകാരമല്ല, രോഗിയുടെ ഓരോ ആവശ്യകതകൾ എന്താണോ അതിനനുസരിച്ച് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനനുസരിച്ച് സർവീസുകൾ കൊടുക്കുമ്പോഴാണ് അവരുടെ എക്സ്പീരിയൻസ് മികച്ചതാവുന്നത്. ഓക്കെ, ഇപ്പൊ നോക്കിയേ, ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ആദ്യം സ്ഥാപിക്കുക. അപ്പൊ അതിലൂടെ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിലെ പ്രോസസ്സുകൾ, ഒരു പേഷ്യന്റ് വരുമ്പോൾ അവരുടെ പേഷ്യൻസിന്റെ രജിസ്ട്രേഷൻ നമുക്ക് സുഗമമാക്കി കൊടുക്കാൻ പറ്റണം, അപ്പോയിന്റ്മെന്റ് കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കാൻ പറ്റണം, ബില്ലുകൾ കൃത്യമായിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റണം, ലാബ് ടെസ്റ്റുകളും അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളും കൃത്യമായിട്ട് പബ്ലിഷ് ചെയ്ത് കൊടുക്കാൻ പറ്റണം. അതുപോലെ തന്നെ റിമൈൻഡേഴ്സ്, ഇപ്പൊ അവർ ഫോളോ അപ്പിന് കാര്യങ്ങൾ വരേണ്ട അതുകൊണ്ട് റിമൈൻഡേഴ്സ് കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടും വളരെ കൃത്യതയോടും ചെയ്യുന്നതിന് വേണ്ടി ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിനെ സ്ഥാപിക്കുക. രണ്ടാമത്തത്, ഫോക്കസ് ഓൺ ഈച്ച് പേഷ്യന്റ് ആൻഡ് പ്രൊവൈഡ് പേഴ്സണലൈസ്ഡ് പേഷ്യന്റ് കെയർ. വരുന്ന ഓരോ രോഗിയെയും അവർക്ക് ആവശ്യമായിട്ടുള്ള ശ്രദ്ധ കൊടുക്കുകയും അവർക്ക് ഓരോ വ്യക്തികളുടെയും അവർ ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വൽ ആണ് അല്ലെ, അവർ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള പരിചരണങ്ങളും കൊടുക്കുക. മൂന്നാമത്തത്, റീഡയറക്ട് ടു പേഷ്യൻസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദം ഓൺ ഡിഫറെന്റ് ചാനൽസ്. അപ്പൊ പേഷ്യൻസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് അവരുടെ നല്ല രീതിയിൽ പല ചാനൽസിലൂടെ, ഇപ്പൊ ഇമെയിൽസിലൂടെയാവാം, അല്ലെങ്കിൽ ടെലിഫോൺ കോളുകളിലൂടെയാവാം, അല്ലാതെ നേരിട്ടാവാം, പല കമ്മ്യൂണിക്കേഷൻ ചാനലുകളിലൂടെ അവരോട് അവരുടെ ഡിസീസുമായി രോഗവുമായി ബന്ധപ്പെട്ട ആശയവിനിമയങ്ങൾ നടത്തുക. Then conduct patient surveys to collect valuable feedback. പേഷ്യൻസിന്റെ സർവേകൾ നടത്തി അതിൽ നിന്നും നമുക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുക. Then try to understand how patients perceive the quality of care given. അവർക്ക് കൊടുക്കുന്ന ആ ഒരു ഗുണനിലവാരത്തിലുള്ള പരിചരണത്തെ എങ്ങനെയാണ് അവരത് സ്വീകരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആൻഡ് ഡിസ്കസ് വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് ഇംപ്ലിമെന്റ് ക്വാളിറ്റി മെഷേഴ്സ്. ഇതിൽ പങ്കാളികളാവുന്നു, അതായത് ഈ ഒരു സർവീസിൽ അവർക്ക് കൊടുക്കുന്ന പേഷ്യൻസിന് കൊടുക്കുന്ന ആ ഒരു കെയറിൽ പങ്കാളികളാവുന്ന ആളുകളോട് ആ ഒരു പേഷ്യൻസിന്റെയും ഓരോ കാര്യങ്ങളെ കുറിച്ചും ഡിസ്കസ് ചെയ്യുകയും അതിനനുസരിച്ച് ക്വാളിറ്റി മെഷേഴ്സ് കൃത്യമായിട്ട് നടപ്പിലാക്കുകയും ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ഒരു ഹോസ്പിറ്റല് പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇത് മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നുകൂടി പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ ഒന്ന് വായിച്ചിട്ട് വരണം കേട്ടോ. താങ്ക് യു.